അപ്പോൾ ഇന്നൊരു ഡിന്നർ വ്ളോഗായിട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ബിരിയാണി പാസ്തയാണ്. അത് മാത്രമല്ല ഈ ഒരു വീഡിയോ ഞാൻ കുറച്ചായിട്ടും എടുത്തു വെച്ചിട്ട് അപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാനിന്ന് ഒരു ബിരിയാണി മസാലയിൽ ഉണ്ടാക്കുന്ന ഒരു പാസ്ത. അതാകുമ്പോൾ നമുക്കൊരു നമ്മളൊരു ടച്ച് വരും ചെയ്യും, കഴിക്കാനും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്. 2 പാക്കറ്റ് പാസ്ത ഷെൽസാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര അധികം ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഞ്ചിനേക്കും കൂടി വേണ്ടിയിട്ടാണ്. അപ്പം എനിക്ക് വലിയൊരു പോട്ട് എടുത്താലാണ് അത് ഫുള്ളും വേവിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിനുശേഷം നമുക്ക് ചിക്കൻ ഒന്ന് ക്ലീൻ ആക്കണം. ചിക്കൻ ഒരു 500 ഗ്രാം എടുത്തിട്ടുണ്ടാവും. ഇനി നമുക്ക് പോട്ടിലോട്ടേക്ക് വെള്ളം ഒഴിക്കാം. ചൂടുവെള്ളമായിട്ട് ഒഴിക്കുന്നത്. പാസ്ത ഷെൽസ് ഇടാം. 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അതിന് ശേഷം കുറച്ച് ഉപ്പിടണം. പിന്നെ നമുക്ക് കുറച്ച് ഒലീവ് ഓയിലോ എന്താ ഓയിലാണെന്ന് വെച്ചാൽ അതൊന്ന് ഇടുക. കുറച്ച് നേരം കഴിയുമ്പോൾ അതൊന്ന് വെന്ത് വരും. അത് ഡ്രെയിൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് വേവട്ടെ. ഇനി നമുക്ക് കുറച്ച് ഉള്ളി മുറിക്കണം, തക്കാളി വേണം, പച്ചമുളക് വേണം, ജിഞ്ചർ വേണം, ഗാർലിക് വേണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മളെ ചിക്കൻ ഒന്ന് റെഡിയാക്കാം. ചിക്കൻ തൈ പീസാട്ടോ വാങ്ങിയത്. അപ്പോൾ അതൊന്ന് മുറിച്ച്, വലിയ പീസാണ്, അപ്പോൾ അതൊന്ന് മുറിച്ച് ചെറുതാക്കണം. അതിന് ശേഷം നമുക്ക് നമ്മളെ പാസ്ത ഡ്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി മുറിക്കാം. ഉള്ളി മുറിച്ചിട്ട് ഞാൻ ചോപ്പറിലാണ് കേട്ടോ ചോപ്പ് ചെയ്യുന്നത്. മറ്റേ സ്ലൈസ് തിന്നായിട്ടുള്ള. അപ്പോൾ ഞാൻ ഫുഡ് പ്രോസസ്സർ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ വേഗം മുറിച്ച് കഴിയും. ഇപ്പോൾ ബിരിയാണി എന്ത് മസാല ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ ഈ ഒരു ചോപ്പറിലാണ് ഉള്ളി അരിയൽ. ഭയങ്കര സിമ്പിളാണ്. ഇത് കെൻവുഡിൻ്റെ ഫുഡ് പ്രോസസ്സറാണ്. കുറേ നാളായി ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാ ഫുഡ് പ്രോസസ്സറിനൊക്കെ. കെൻവുഡിൻ്റെയാണ്. ഏകദേശം നമ്മൾ ഉള്ളിയെല്ലാം റെഡി ആയിട്ടോ. പച്ചമുളക്, ജിഞ്ചർ, തക്കാളി എല്ലാം ഉണ്ട്, മല്ലിച്ചപ്പ് ഒക്കെ ഉണ്ട്, എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജിഞ്ചറും ഗാർലിക്കൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ജിഞ്ചർ, ഗാർലിക്ക്, പച്ചമുളക്, ഇത് 3 കേട്ടോ. അതിനുശേഷം നമുക്ക് ആ പോട്ടന്നെ എടുത്തിട്ടോ, നേരത്തെ എടുത്ത് അതേ പോട്ടന്നെ എടുത്ത് അതിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 2 ഉള്ളി, വലിയ ഉള്ളി കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ ഒരു ബ്രൗൺ കളറായി, ബ്രൗണല്ല, ഒരു കുഴഞ്ഞു വരുമല്ലോ. അപ്പോഴത്തേക്ക് നമ്മൾ ചതച്ച മസാല ഇട്ട് കൊടുക്കുക. അതൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു 1-2 തക്കാളി മതി കേട്ടോ. 2 തക്കാളി കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മെത്തി ലീവ്സ്, പിന്നെ ഒരു 3 ടീസ്പൂൺ നമ്മൾ ചെറുനാരങ്ങ നീര്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റ്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടി ഒരു കൈപ്പിടി ഒതുങ്ങുന്ന അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഏകദേശം മസാലയൊക്കെ റെഡിയായി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മുറിച്ച് വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് മല്ലിച്ചപ്പിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം, വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഓൾറെഡി ചിക്കനിൽ നിന്ന് വെള്ളം വരും കേട്ടോ. വളരെ സിമ്പിളായി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്തയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ നമ്മൾ ടൊമാറ്റോ സോസും ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് നമ്മളെ പാസ്ത ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുറച്ച് ബാച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കാനും എളുപ്പമുണ്ടാവുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള പാസ്തയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അധികം പാസ്ത ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കും. അപ്പോൾ നമുക്ക് എളുപ്പമാണ്. കുട്ടിക്ക് ലഞ്ചിന് കൊടുത്തു വിടുക, ഡിന്നറായിട്ട് യൂസ് ചെയ്യാം. എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ബിരിയാണി പാസ്ത റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. അതിനു മുന്നേ ഞാൻ കുറച്ച് പാസ്ത
ബേക്ക് ചെയ്യുന്നുണ്ട്. കുട്ടിയൊക്കെ ഇങ്ങനെ ചീസൊക്കെ ഇട്ടിട്ട് ബേക്ക് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഗ്ലാസിൻ്റെ പാൻ എടുത്തിട്ട് നമ്മൾ എയർ ഫെയറിലാട്ടോ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വെച്ച് പിന്നെ കുറച്ച് ചീസ് വെക്കുന്നുണ്ട് അതിൻ്റെ മേലെ മെൽറ്റ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് കൊറിയാൻഡറും. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. കുറച്ച് നേരം ബേക്ക് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ഏകദേശം നന്നായിട്ട് ചീസൊക്കെ മെൽറ്റ് ചെയ്ത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ടൈപ്പ് ഇങ്ങനെ ബേക്ക് ചെയ്യുന്നത്. പാസ്ത ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടമായി കേട്ടോ. ആ സമയത്ത് മോനും വന്ന് എല്ലാവരും വിശക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ താഴെത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് നമ്മൾ ബേക്ക് ചെയ്ത പാസ്റ്റ അല്ലേ നേരത്തെ, അത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം അവരെത്തി താഴെ മക്കൾസ്. മോളില്ല, മോൾ യൂണിവേഴ്സിറ്റിയിലല്ലത്. അപ്പം അവർക്ക് രണ്ടുപേർക്കും വിളമ്പി കൊടുത്ത്. ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയിട്ടില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പം ഹസ്ബൻഡ് എത്തി. ഹസ്ബൻഡിന് വിളമ്പി കൊടുത്ത് ഞാനും കഴിച്ചു. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ച് അന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഡിഷ് വാഷറിൽ പാത്രങ്ങളൊക്കെ ലോഡ് ചെയ്ത്. ഡിഷ് വാഷർ ഉണ്ടായതുകൊണ്ട് തന്നെ ഭയങ്കര സഹായമാണ്, ഭയങ്കര എളുപ്പമാണ് കാര്യങ്ങളൊക്കെ. ഒരു കാലത്ത് ഞാൻ ഡിഷ് വാഷർ തീരെ യൂസ് ചെയ്യില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ യൂസ് അറിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അധികം വ്ളോഗിലും പറയലുണ്ട്. എന്തായാലും അങ്ങനത്തെ ഡിഷ് വാഷറിലാക്കിയതിന് നമ്മൾ കിച്ചണ് ഒരുവിധം ക്ലീനാവും. ബാക്കി തന്നെ ഫുള്ളും കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കലും അങ്ങനത്തെ പണികളൊക്കെയാണ്. നേരത്തെ തന്നെ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഫൈനലായിട്ട് കിച്ചൺ ക്ലീൻ ആക്കിയിട്ട് പോകുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. രാവിലെ വരുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പം കേർട്ടനൊക്കെ ഇട്ട് ഇനി ഒന്നുമില്ല, എല്ലാം പാസ്റ്റൊക്കെ ഫ്രിഡ്ജിലേക്ക് ബാക്കിയുള്ളതൊക്കെ എടുത്തു വെച്ചു. തിരിച്ച് എല്ലാം അതാ സ്ഥാനത്ത് എടുത്തു വെച്ചിട്ട് കഴിഞ്ഞു, പണി കഴിഞ്ഞു. അപ്പോൾ അതിങ്ങനെ ക്ലീൻ ആകുമ്പോൾ നല്ല രസമാണ്, ഒരു സമാധാനമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ബൈ.